Experience. അല്ല ആൻസർ അല്ല അത് ഞാൻ പറഞ്ഞോളാം. അത് കിട്ടിയല്ലേ? ഓക്കെ ശരി. അങ്ങനെ എന്താ പറഞ്ഞു? ശരി. അല്ല അയാൾ നീ സംസാരിച്ചാൽ മതി. നീ സംസാരിച്ചാൽ ഫണ്ട് വരും, എനിക്കറിയാം. ശരി. അപ്പോൾ ബാക്കി നീ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് സമാധാനത്തിൽ വന്നാൽ മതി. ബാക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ശരി. ഓക്കെ. ഇത് തൊണ്ടക്കുടിയിൽ നിന്ന് താഴോട്ട് ഇറക്കാദ്യം, എന്നിട്ട് പോരെ പഴംപൊരി. പിന്നെ ഈ പഴംപൊരിയും ഇതുമൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് നീ എന്ത് മല മറിക്കണം ഇവിടെ? എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് സമയത്ത് ചെയ്യൂല, അത് നടപടിയില്ല. അത് വേണം ഇത് മാത്രം നടക്കണുണ്ട്. പുരുഷോ, പിന്നെ നീ ഒരു കാര്യം ചെയ്യണം. നമ്മുടെ ജില്ലാ ആശുപത്രിയിലെ പൊതുച്ചോറ് വിതരണത്തിൻ്റെ നമ്മളെ ഫ്ലെക്സ് ഒരെണ്ണം അടിക്കണം. അതിൽ നമ്മളെ മറ്റേ സുജ ടെക്സ്റ്റൈൽസ് അവരൊരു പരസ്യം കൂടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലെക്സ് അടിക്കാൻ നീ കൊണ്ടുപോകണം. പിന്നെ നമ്മുടെ മെഡിക്കൽ ക്യാമ്പിൻ്റെ അതിൻ്റെ ഫ്ലെക്സ് അടിക്കാനുണ്ട്. അത് ഡിസൈൻ ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട്. അവിടെ പോയി ആ ഡിസൈൻ വാങ്ങിച്ച് അത് ഫ്ലെക്സ് അടിപ്പിക്കും. നേതാവ്, ഇതെല്ലാം കൂടെ എന്നെ ഏൽപ്പിക്കാതെ നടരാജനെയും കൂടെ എന്തെങ്കിലും ഏൽപ്പിച്ചുകൂടെ? നിനക്ക് വയ്യേ? അല്ല വയ്യെങ്കിൽ പറയണം. നിൻ്റെ അടുത്ത് പറഞ്ഞത് നീ ചെയ്യണം. നടരാജൻ്റെ അടുത്ത് എന്ത് പറയണം, എന്ത് ചെയ്യിക്കണമെന്ന് എനിക്കറിയാം കേട്ടാ. പിന്നെ നടരാജൻ ചെയ്തിടത്തോളം ഓരോന്ന് ഏൽപ്പിച്ചതൊക്കെ ചെയ്ത് കുളമാക്കുകയാണ്. പിന്നെ ഇനി അങ്ങ് ചെയ്യാൻ അവനെ ഏൽപ്പിക്കാൻ പോകണം. അവനിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ. സത്യം പറയല്ല, കർത്താവിനാണ് അൻസാറിനെ പോലെ ഒരെണ്ണം കൂടി എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെല്ലാം വികസനങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. അവരിപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്ന് അറിയാമോ? നിങ്ങളെയൊക്കെ പാർട്ടിയുടെ അവൻ്റെ അണിയെന്ന് പറഞ്ഞാൽ നടക്കാൻ മാത്രം. ചുമ്മാ എന്നാലും നേതാവൂല, ഇച്ചിരി കഷ്ടപ്പെടണം. ഞാനൊക്കെ 10 കാര്യങ്ങളാണ് ഒരു ദിവസം പോയി ചെയ്തിട്ട് അപ്പുകുട്ട സാറ് പറഞ്ഞ് ചെയ്തിട്ടുള്ളത്. കേൾക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയട്ടെ. കൊറേ നാളായിട്ടുള്ളൊരാഗ്രഹമാണ്. എനിക്കൊന്ന് വന്ദേ ഭാരതി കയറണം. അത് ശരിയാ, അതെനിക്കും ആഗ്രഹം. ഇതുവരെ കയറിയിട്ടില്ല. അതിനകത്ത് ഭക്ഷണമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ചായ സ്നാക്സ് ഒക്കെ ഉണ്ട്. പെട്ടെന്ന് ഒറ്റ വിട്ടാ പോക്കാ. സൂപ്പറാ. പോയാലോ? എന്നാ പിന്നെ ഒരു കാര്യം, നമുക്ക് വന്ദേ ഭാരതിലെ പോവാ. എന്നാ ഇനി അതിനടുത്ത കൊല്ലം വരെ എറണാകുളം പോയിട്ട് നമുക്ക് ലുലു മാളിലൊക്കെ ഇവിടെ ഇപ്പൊ പോവുകയും ചെയ്യും. ഇവിടത്തെ എങ്ങും പോവില്ല. നമ്മൾ അവിടെ വരെ ചെല്ലുന്നുണ്ട്. ഒരു ട്രിപ്പ് അങ്ങോട്ടും. ക്ലീറ്റോസ് ഉണ്ടോ? വേണ്ട, രജിസ്റ്റേർഡ് അല്ല, കത്തങ്ങ് ഏൽപ്പിച്ചിരുന്നാ മതി. ഓക്കെ. ദൈവമേ, എന്താടാ കത്താണോ? ഞാൻ പേടിച്ചു. കഴിഞ്ഞാൽ ജെത്തിയാണോ? അതിനൊക്കെ ഇപ്പൊ കത്ത് വരാറുണ്ട്. വെഡിങ് കാർഡ് എന്തോ ആണെന്ന് തോന്നുന്നു. പൊട്ടിക്കണ്ട. അവനെ പൊട്ടിച്ചാല് ഡാഡിക്ക് വന്നല്ലേ? അതെന്തോ? പിന്നെ വേറൊരാൾക്ക് വന്ന് നമ്മൾ പൊട്ടിക്കണം. വേറൊരാൾക്ക് വന്നാൽ നിങ്ങൾക്ക് വായിക്കാൻ പാടില്ല, എനിക്ക് വായിക്കാം. അതാണ് ക്വാളിറ്റി. നമ്മൾ മറ്റൊരാളുടെ കത്ത് പൊട്ടിക്കാൻ പാടില്ല. ചില എത്തിക്സുകളുണ്ട്. അത് എന്നിൽ നിന്ന് അവർക്ക് കിട്ടി, നിങ്ങൾക്ക് ആരും കിട്ടിയില്ല. ഭർത്താവിന്റെ കാർഡ് ഭാര്യക്ക് പൊട്ടിക്കണോണ്ട് കുഴപ്പമില്ല. അത് മോശം. വേണ്ട ചേച്ചി, പൊട്ടിക്കണ്ട. ചേട്ടൻ വരട്ടെ. എന്നാ പൊട്ടിക്കുന്നില്ല. അയ്യോ, അത് പൊട്ടിപ്പോയി. പൊട്ടിച്ച് കഴിഞ്ഞ് ആരും അറിയാൻ സമാനായത്. ഇതെന്താണ്ട് ക്രിസ്മസ് കാർഡ് പോലത്തെയാ. കല്യാണക്കത്താണ് അല്ലെന്ന്. ക്രിസ്മസ് കാർഡ് എന്ന് പറയുമ്പോ ക്ലീറ്റുകാർക്കും എന്തോ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അതിന്റെയാന്ന് തോന്നുന്നു. ഇതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ, ഹാപ്പി ബർത്ത്ഡേ ക്ലീറ്റസ് അച്ചായ. ഇന്നവന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നിങ്ങളാരും ഓർത്തില്ലേ? ഓർത്തില്ലേ? ഇന്നല്ലല്ലോ. എന്റെ അച്ചായൻ ഇനിയും 100 വർഷം ആയുരാരോഗ്യത്തോടെ ജീവിക്കട്ടെ. ആകാശത്തേക്ക് പറന്നു പോകുന്ന വെള്ളരി പ്രാവിനെ കാണുമ്പോൾ ഞാൻ അച്ചായനെ ഓർക്കും. വെള്ള ഡ്രസ്സിൽ അച്ചായൻ സുന്ദരനാണ് എന്ന് പ്രണയപൂർവം അജ്ഞാത സുന്ദരി.
ഇതെന്നാടാ ഇതെന്നാടാ പ്രേമലേഖനം. എന്താ കേറാത്തോ? ഇതാരാ അയച്ചേക്കണേ? ആരാച്ചനെ ആരാ അയച്ചേക്കണേ? ആരാച്ചനെ അഡ്രസ് ഇല്ലേ? അഡ്രസ് ഇതാരാ ഇത്? അഡ്രസ്സിന്റെ അഡ്രസ് ഇല്ല അത് ക്ലീറ്റോ ചേട്ടന്റെ അഡ്രസ് അഡ്രസ് എഴുതിയിട്ടില്ല. അപ്പൊ എന്തോ കളി എന്നാ നോക്കട്ടെ ഞാൻ. അപ്പൊ ഇതിനാണല്ലേ വെള്ള ഡ്രസ് ഇട്ട് എല്ലാ ദിവസവും പോണത്. എന്തോ കളി അല്ല ഇതിനിപ്പോ എന്താ? മുത്തനെയും മിണ്ടായിരുന്നു കേട്ടോ. എന്റെ ജീവിതം. ചേച്ചി ഇങ്ങനെ തുള്ളാൻ വരട്ടെ, ക്ലീറ്റോ ചേട്ടൻ വന്നിട്ട് ചോദിക്കാം. എന്നാ ചോദിക്കേണ്ടത്? ആ എന്നാലും ഡാഡിയുടെ പറഞ്ഞാൽ അമ്മയെ ഞാനും മാമയും ഒക്കെ മറന്നല്ലോ. മറന്നാന്താ? ഓർക്ക ആളുണ്ടല്ലോ. ഓർക്ക മാത്രല്ല കത്തയക്കാൻ വരെ അജ്ഞാത സുന്ദരി. ഞാൻ അതല്ല ആലോചിക്കണേ, കത്തയക്കാൻ വരെ അജ്ഞാത സുന്ദരി. അപ്പൊ പിന്നെ പരിചയമുള്ള എത്ര സുന്ദരിമാരായിട്ട് ബന്ധമുണ്ടാവും? എന്താ ചുമ്മാ ഇരിക്കണേ? ഇത് കുട്ടിയുടെ ജീവിതം വെച്ചാണ് കളിക്കണേ. ചോദിക്കണ്ടേ? അതിന് പിള്ളേരുടെ മുമ്പ് വെച്ച് പറയാതിരിക്കാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. സംഭവിച്ചില്ലേ? അവനാണ് ഇങ്ങനെ എടുത്തു വന്നെങ്കിൽ നീ സമ്മതിക്കോ? നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളിയനെയല്ലോ. എനിക്ക് വന്നാ കുഴപ്പമില്ല. അതിന് അമ്മ ഇത്ര ചൂടാവത് ഡാഡി അറിഞ്ഞിട്ടുള്ളല്ലോ. അജ്ഞാത സുന്ദരിയല്ലേ? ഡാഡിയുടെ സൗന്ദര്യം കണ്ട് ഇഷ്ടപ്പെട്ട ആരും അയച്ചില്ല. ഇനിയിപ്പോ എന്താ? എനിക്കെന്താ കുഴപ്പം? എനിക്ക് സൗന്ദര്യം ഇല്ലേ? എന്നിട്ട് ഏതെങ്കിലും അജ്ഞാത സുന്ദരന്റെ എഴുത്ത് എനിക്ക് വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ മേടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ? കുടുംബം കുടുംബം എന്ന് പറഞ്ഞ് വിചാരിച്ച് ജീവിക്കണം. ചുമ്മാതെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. ഒരു തുള്ളി കണ്ണീര് ഇതിന്റെ എന്റെ പേരിൽ വീഴൂല. ഒരു തുള്ളി കണ്ണീര്. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഇല്ലെന്നേ, ഞാൻ കറക്റ്റ് വായിച്ചതല്ലേ. ഒരു തെറ്റുമില്ല. നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയത്. ഞാനതല്ല പറഞ്ഞത്. അല്ല, ഇവൻ ഇങ്ങനെ ഒരു പ്രണയലേഖനം എഴുതാൻ വേണ്ടി അത്രയ്ക്ക് ബോധമില്ലാത്തവരാണ് ഈ നാട്ടിലുള്ളവരൊക്കെ. ഇവനെ നന്നായിട്ട് അറിയുന്ന ആരെങ്കിലും എഴുതുക. അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്റെ കാര്യം നീ എക്സെപ്ഷൻ ആണ്. നീ വേറെ കേസാ. എത്ര പെണ്ണുങ്ങളുണ്ട് എന്ന് കരുതി. ഡാഡി കാണാൻ നല്ല ഭംഗിയാ, അമ്മയും കാണാൻ നല്ല ഭംഗിയാ. പിന്നെ ഇപ്പൊ കത്ത് പിന്നെ മുഖത്തോട്ട് ഇച്ചിരി തിളച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ തീരാൻ കണ്ടുപിടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഈ പ്രായത്തിൽ അവന് ഓരോരോ തോന്നലുകളെ. ചുമ്മാ ഇരിക്കുക. എന്താടാ ഫോട്ടോ എടുത്ത ശേഷം എന്താ ഫോട്ടോ എടുത്ത് വെക്കാത്? ഇപ്പൊ എത്ര മഹത്തരായ കാര്യം അത്. എടുത്ത് കത്തിച്ച് കളയാൻ നോക്കണേ. അതൊക്കെ ഫോട്ടോ എടുത്ത് വെക്കാ. ഇരിക്കട്ടെ. അതന്നെ എടുത്ത് മാറ്റി വെക്കാതെ അമ്മ. മാറ്റണില്ല. ഇതെന്റെ കണ്ണു മുമ്പിൽ തന്നെ ഇരിക്കണം. ആ ഡാഡി ഒന്ന് വരുന്നുണ്ട്. ഇവിടെ രണ്ടിലൊന്ന്. ഒരു ശവം ഒന്ന് ചേച്ചി വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം. മാറ് മാറ്. ഒരു ശവം. നിന്റെ ആവാതിരുന്നാ മതി. ചുവന്ന പൂവ്, ചിരി, വെള്ളരിപ്രാവിന്റെ. അപ്പൊ അവൾ അജ്ഞാത അല്ല. അതെ, ഒന്നില് ഭർത്താവിൽ വിശ്വാസം വേണം. പറയണത് അങ്ങോട്ട് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞൊരു 100 പ്രാവശ്യം പറഞ്ഞു. ഇത് എന്നെ മനഃപൂർവ്വം എന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി ആരോ കരിവാരി തേക്കാൻ വേണ്ടി ചെയ്തതാണിത്. ദേ, നാട്ടുകാരെ പറ്റിക്കണ പോലെ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നെ പറ്റിക്കാൻ വരരുത്. എനിക്കറിയണം അവൾ ആരാന്ന്. അയ്യടാ, ഭാവിയില്ലാത്ത നിങ്ങൾക്ക് എന്ത് ഭാവി ആര് കളയാൻ? അതെ, നീ എന്റെ രാഷ്ട്രീയ ഭാവി അതിലോട്ട് നീ കയറി കളിക്കല്ലേ തങ്കം, കേട്ടോ? പയ്യെ സംസാരിക്കണേ. കുട്ടികളെ കണ്ടില്ലേ? അവിടെ വെച്ചാണ് ഇങ്ങനെ തോന്നിയ പറഞ്ഞത്. മകളെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞ അമ്മിന് വെള്ളവും കൂടെ വെച്ചാൽ മതി മതി. ഓക്കോ, ബാക്കി ഞാൻ നോக்கலாம். മമ്മൂട്ടിയോടെ ഇരിക്കും, ഞാൻ എടുത്തോളാം. പോ. ഹലോ, പ്രത്യേകിച്ച് ഇനി പറഞ്ഞോ? കയറി പോകത്ത്. ഞാൻ വലിയ കുട്ടിയായി. അച്ഛല്ലേ ഇന്നലെ പറഞ്ഞ ഞാൻ വലിയ കുട്ടിയാന്ന്. ഞാൻ മുച്ചേച്ചിയുടെ കൂടെ പോകത്തുള്ളൂ. ഓ ബാ പോവാ പോവാ. പോയോ? ഇത് വെച്ചിട്ടുണ്ട്. പൊന്നെ നാക്കണ്ട, ഇതൊക്കെ കണ്ടല്ലേ പഠിക്കുന്നത്.
ഇവിടുത്തെ പെണ്ണുങ്ങളെ കണ്ട് തന്നെ പഠിക്കണത്, പറഞ്ഞിട്ട് കാര്യമില്ല. ആണുങ്ങൾ മോശമൊന്നുമല്ല, ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അതാ ചെയ്യാൻ പാടില്ല. ഒരു ചെടി വാങ്ങിച്ചോണ്ടെന്നാണ് ഇപ്പൊ കുഴപ്പം, ഒരു പൂ നടനാണ് അവിടുത്തെ പ്രശ്നം. ആടാ ഇപ്പൊ ചെടിയോടും പൂവിനോടൊക്കെ പ്രത്യേക ഒരു ഇഷ്ടം തോന്നും, കാരണം പ്രായമായാലും മനസ്സ് ചെറുതാണല്ലോ. ആണ് ഇവിടെയുള്ള പെണ്ണുങ്ങളോട് സംസാരിക്കണേനേക്കാളും അതിനെയൊക്കെ സ്നേഹിച്ചാൽ പിന്നും ഗുണമുണ്ട്, ഒരു മണമെങ്കിലും തരും, സമാധാനവും കിട്ടും, നല്ല വായുവും കിട്ടും. ഇതെന്തോന്നും സമാധാനമല്ല, സ്വസ്ഥതയല്ല, പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. ആ അജ്ഞാസുന്ദരി ആരാന്നറിയാനുള്ള അവകാശം തങ്കൻ ചേട്ടത്തിക്കൊണ്ട്. അല്ല, അത് പൂർണ്ണമായിട്ട് നമുക്ക് മറ്റപ്പോ കുറ്റം പറയാൻ പറ്റത്തില്ല, അത് ആരാന്ന് അറിയണ്ടേ. ഏത് പക്ഷേ ഈ അജ്ഞാസുന്ദരി ആരാണെന്ന് കണ്ടുപിടിച്ച് തങ്കൻ ചേട്ടത്തിന് മുമ്പിൽ ഞാൻ കൊണ്ടുവരുത്തും. എന്റെ ലക്ഷ്യം അതാ. അതല്ല കാര്യം, അങ്ങനെയെങ്കിലും ഒരു ലക്ഷ്യം തന്നെ കൊണ്ടാവട്ടെ. അല്ലാതെ ആ അജ്ഞാത സുന്ദരി ആരാണെന്ന് ഞാൻ പറഞ്ഞ പ്രശ്നം തീരുമല്ലോ. ആരാ? എന്റെ കാമുകി. അത്രയ്ക്ക് ദാരിദ്ര്യടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക്. ഇനി അവളുടെ പേരറിയണ്ടേ? അവളുടെ പേര് അജ്ഞാത സുന്ദരി ആയതുകൊണ്ട് ഞാൻ അജ്ഞാത സുന്ദരി എന്ന് വിളിക്കും. ഓഹോ. പിന്നെ എനിക്ക് ഇത് കൂടാതെ വേറെയും ഉണ്ട് 2 കാമുകിമാര്, അനാഥയും അവസ്ഥയും. വല്ലാത്തൊരവസ്ഥ തന്നെ, എല്ലാം ആയിലാണല്ലോ തുടങ്ങുന്നത്. പിന്നെ ആയല്ലേ ഒരു കലയല്ലേ, രസമല്ലേ ആയിൽ തുടങ്ങുമ്പോ. അജ്ഞാത, അവസ്ഥ, അനാഥ. ഇതിലങ്ങനെ കൂടുതൽ തമാശിക്കാൻ വരണ്ട. പോസ്റ്റ് ഓഫീസിൽ പോയി ഇത്രയും വരെയുള്ള കാർഡ് അവിടെ കൊണ്ട് അതിനകത്തൊരു സാധനം എഴുതി അയക്കണമെങ്കിൽ ഒരാളുണ്ടായിരിക്കണമല്ലോ. വേണ്ടേ? ഉണ്ടല്ലോ, അതാണല്ലോ ഞാൻ പറഞ്ഞത്, എന്റെ സ്വന്തം കാമുകിന്ന്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര പ്രേമവും പ്രണയവും ഇഷ്ടം. ഓ മച്ചമ്പി അങ്ങനെയാണെന്ന് ഉരുളണ്ട. ഇതാ നോക്കൂ, ഇഞ്ഞു നോക്കൂ. ഈ കാർഡ് കരാമച്ചമ്പിക്കാൻ വന്നിരുന്നെങ്കിലോ ഇവിടെ പോകുമ്പോ ഉണ്ടാവൂല്ലയോ? ഉണ്ടായാലേ. അതുകൊണ്ട് പൂർണ്ണമായിട്ട് തങ്കൻ ചേട്ടത്തിന് മുമ്പ് ഈ അജ്ഞാതസുന്ദരി ഞാൻ കൊണ്ട് നിർത്തും. കൂടെ ഉണ്ട് കട്ടയ്ക്ക് ഞാനുണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾ നിർത്തേ, ഇരുത്തേ. നിന്നെ പരിപാലിക്കണതിന് പ്രായമുണ്ട് പോലും. കഷ്ടം, ഇത്രയും വിവരമില്ലാത്ത ആളുകളെ കൂടെയാണല്ലോ കർത്താവേ ഞാൻ ജീവിക്കണേ. എനിക്കിത് അത്ര തമാശയായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. എനിക്കിത് അത്ര തമാശയായിട്ടൊന്നും തോന്നുന്നില്ല. കണ്ടോക്കണേ, കഷ്ടം. ഇവിടെ സ്വന്തം പെങ്ങളല്ലേ ടെൻഷൻ അടിച്ച് മരിക്കുന്നത്. ഇവിടെ ഒരാള് ചിരിച്ച് മരിക്കുന്നു. എന്ത് കുഴപ്പം? അതിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. നീ നേരത്തെ അവനെ സപ്പോർട്ട് ചെയ്യണ്ടല്ലോ. അതെന്റെ കടമയാ. പക്ഷെ ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിനെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ചേച്ചി ഇപ്പൊ കിടന്ന് നീറിയായിരിക്കും, ഉറങ്ങിയിട്ട് പോലും ഉണ്ടാവത്തില്ല, പാവം. എനിക്ക് അതിനകത്ത് അത്ര വിശ്വാസമൊന്നുമില്ല. എനിക്കും അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷെ ചേച്ചി പറഞ്ഞ പോലെ ഇതിപ്പോ ആരെങ്കിലും ഒരാൾ അയച്ചിട്ടുണ്ടാവുമല്ലോ, അയക്കാതെ എന്തായാലും വരത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരാളുണ്ട്. അതാരാണ്? ഇത് എഴുതിയത് ഒരു പെണ്ണാണെന്ന് വെച്ചോളൂ. അവനെ അറിയാത്തൊരു പെണ്ണ് എന്തായാലും എഴുതൂലല്ലോ. ഇല്ല, ഇനി അറിയാവുന്ന ഒരാളും എഴുതേ. അവന്റെ സ്വഭാവമല്ലേ. പിന്നെ അതൊരു സാധ്യമല്ല. ചേച്ചിക്ക് നല്ല വിഷമമുണ്ടെന്നേ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരുങ്ങി കെട്ടി കവലയിലോട്ട് പോയി പച്ചക്കറി വാങ്ങിക്കാറുണ്ട്. പച്ചക്കറി വാങ്ങിക്കാറൊന്നും പോയൊന്നുമല്ല, ഇതിനെ പറ്റി എന്തോ അന്വേഷിക്കാൻ വേണ്ടിട്ട് പോയത്. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. പാവം. ഇത് കളർ തുണി ഡാഡിക്കിട്ടോണ്ട് പോവാനല്ലേ അല്ലേ അമ്മ? ഇത് ഇത്തിരി ഓവറല്ലേ ഡാഡി? ഇത് ചൊല്ലി അടി ഉണ്ടാവേ. നീ പോയിക്കാതി. ഡാഡി ഓവർ. നിന്റെ ഡാഡിയാണ് ഓവർ. വെള്ളം ഇടാതെ അങ്ങോട്ട് പുറത്ത് പറയാൻ പാടില്ലേ? അപ്പം ചുഞ്ഞരനായിട്ട് നടക്കാം, കണ്ട പെണ്ണുങ്ങളെ നോക്കാൻ വേണ്ടി. അപ്പൊ എന്തിടൂന്നാണ് ഇനി? അവിടെ ഞാൻ വേറെ തേച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ടോളും. അങ്ങനെ ഇനിയിപ്പോ അടിയാവണെങ്കി നമ്മത് കളറാവത്തില്ലേ? കളറാവണെങ്കി ആവട്ടെ. എന്റെ മുണ്ടു ഷർട്ട് എവിടെ തേച്ചത്? അവിടെ തേച്ച് വെച്ചിട്ടുണ്ട്. എടി ഇവിടെ ഇല്ല, ഈ തേക്കിനടുത്ത് ഇല്ലല്ലോ. കട്ടിലേലുണ്ടെന്ന്. റൂമിലാ? റൂമിലാ? അത് ഇവിടെ അല്ലേ വെക്കണത്.
തങ്കം ഇങ്ങോട്ട് വന്നേ. എന്താ നീ ഇത് എന്ത്? എന്റെ മുണ്ടും ഷർട്ടും എവിടെയെന്നാണ് ചോദിച്ചത്. അവിടെ കണ്ടില്ലേ തേച്ച് വെച്ചേക്കും? അവിടെ തേച്ച് വെച്ചേക്കണത് പാന്റ് ഷർട്ടുമാണ്. അത് ഞാൻ അങ്ങനെ ഇട്ടുകൊണ്ട് പോണ സംഭവമല്ല. ഇന്നത്തെ ആവശ്യം അതല്ല. മുണ്ട് ഷർട്ട് ഞാൻ കഴുകാനെടുത്ത്. കഴുകിയ? ആ, നനച്ചു വെച്ചേക്കുന്നത്. കഴുകിയിട്ട് അതിനത് ഇട്ടില്ലല്ലോ. അത് കഴുകി വെച്ചിരുന്നല്ലേ, പിന്നെ അതിന് വീണ്ടും കഴുകിയത്. അത് ദേഹത്തുനിന്ന് മാറുമ്പോ എന്തത്ര പ്രയാസം. അതെ, കഴുകിയിട്ട് അത്ര വൃത്തിയായിട്ടുണ്ടായില്ല. അപ്പൊ അത് ഞാൻ നല്ലോണം കഴുകി തേച്ച് ഒന്നും കൂടി തരാം. അപ്പൊ എല്ലാവർക്കും നല്ലോണം ആസ്വദിക്കാമല്ലോ, കാണുന്നവർക്ക് നല്ല കുളിരുണ്ടാവട്ടെ. ഓ അത് ശരി. എന്തേ ഇതിപ്പോ പാന്റ് ഷർട്ട്? അങ്ങനെയാണ് കാര്യം. അല്ല, പാന്റ് ഷർട്ട് ഇട്ടുണ്ട് പോയാലും എന്താ കുഴപ്പം? അവള് കൊള്ളൂലെന്ന് പറഞ്ഞോ? മുത്തേ, അതിട്ടുണ്ട് പോയാ മതി നിങ്ങള്. എന്നാ ഒരു കാര്യം ചെയ്യാം. ഞാൻ പാന്റ് ഷർട്ട് ഇട്ട് അവള് കണ്ടിട്ടില്ലല്ലോ. പാന്റ് ഷർട്ടൊക്കെ ഇട്ട് ഒരു കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ചിട്ട് ചെല്ലാം. അതും കൂടെ കണ്ട അവളുടെ ഒരു അഭിപ്രായം കൂടെ അറിയാം. എങ്ങനെയുണ്ട് നോക്കട്ടെ. ചുമ്മാ അമ്മ ഇട്ട് ഇളക്കണം കേട്ടാ. അമ്മ അങ്ങനെ പറഞ്ഞു, ഇടയ്ക്ക് അങ്ങ് ഇട്ടാ പോരെ. പിന്നെ എനിക്ക് എന്താ ഇളകാനുള്ളത്? കാര്യം കണ്ടാ തങ്കം പറയും, അത്രേ ഉള്ളൂ. ഓ, അതുകൊണ്ട് ഇവിടെ നിന്ന് എല്ലാ ദിവസവും അങ്ങ് വെള്ളം ഇട്ട് വടി പോലെ ഒരു വടി ഉള്ളിൽ തിരിയിട്ട് ഒരു പോക്ക അങ്ങോട്ട്. എന്തായാലും ഇന്ന് ഞാൻ പാന്റ് ഷർട്ട് ഇട്ടിട്ട് അവളുടെ ആ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട് തന്നെ ബാക്കി അതായിട്ട് കുറയ്ക്കണം. പിന്നെ നല്ല കോല പാന്റ് ഷർട്ട് ഇട്ടാ നല്ല കോല. അവളുടെ കണ്ണിന് വല്ല മത്തക്കുരു മുളച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പാന്റ് ഷർട്ട് മുത്തേ ഡാഡി ഇറങ്ങുവാണേ, പാന്റ് ഷർട്ടൊക്കെ ഇട്ട്. ഓ കേട്ടോ? അല്ല അതെ, ഇപ്പൊ വെള്ളരി പ്രാവ് മാറി ഇതായപ്പോ എങ്ങനെയുണ്ട്? ചുമന്ന തത്തമ്മയെ പോലെ ഉണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട്. എന്റെ അജ്ഞാത കണ്ടിട്ടില്ലല്ലോ എന്നെ ഈ വേഷത്തില്. അജ്ഞാത കാണട്ടെ, ഈ വേഷത്തിലും കൂടെ എന്നെ കണ്ടാലേ അടുത്തൊരു കാർഡൊക്കെ അയക്കുമ്പോ അതിനകത്ത് വേറെ എന്തെങ്കിലും എഴുതി വരുവുള്ളൂ. ഇനി ഒരു കാർഡ് എഴുതാനായിട്ട് അവളുടെ കൈ പൊങ്ങൂല. ഓ അത്രേ ഉള്ളൂ. പറയണേ ഡാഡി, ഒന്ന് എഴുതിക്കൊണ്ട് വാ ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇനി അത് മാത്രമല്ല, എനിക്ക് ഒരുപാട് കാമുകിമാരുണ്ടടി. എല്ലാവരുടെ കത്തും വരും. അത് ഞാൻ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നുണ പറഞ്ഞത്. ഇതിനകത്തെ ആൾതാമസം ഉണ്ട് എന്റെ തലയില്. മതി മതി മതി. ഒരു ഫോട്ടോ എടുത്ത് അടി, ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇത് ഫ്ലെക്സ് അടിച്ചിട്ട് അവിടെയൊക്കെ വെക്കാൻ പോണു. നല്ല കോലം. പാർട്ടി ഓഫീസിൽ കമ്മിറ്റി ഉണ്ട്. മുമ്പേ ഇവിടെ ഒരു കമ്മിറ്റി കൂടണം. പോകാൻ വരട്ടെ, വാ ഇങ്ങോട്ട്. എന്ത് കാര്യം പറ. തങ്കച്ചേട്ടത്തേക്കും ഗ്രീറ്റിംഗ്സ് കാർഡ് വന്നിരിക്കുന്നു. എനിക്കോ? ഓ, തങ്കച്ചേട്ടത്തിന്റെ പേര് വന്നോണം. എന്റെ ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ. ചേട്ടന്റെ കയ്യിലിരിപ്പുണ്ട്, വാ നോക്ക്. ഞാൻ തന്നെ വരുന്നത് എനിക്കറിഞ്ഞൂടാ. കണ്ടുപിടിക്കണ്ടേ നമുക്കിത്? നല്ല രസമുണ്ട് ഈ ഡ്രസ്സിൽ കാണാനായിട്ട്. ഈ ഡ്രസ് എനിക്ക് പലരെയും കാണിക്കാനുണ്ട്, അതുകൊണ്ടാ. തങ്കച്ചേട്ടത്തി വാ, ഞാൻ ഉണ്ട് കൂടെ. വരുവാ, ചെരുപ്പിടട്ടെ. പച്ചമ്പി, അറിയാനേ? ഓ ഞാൻ പിന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ്. കൊള്ളാം, നല്ല വേഷമാണല്ലേ? നല്ലതാണ്. ഒരുപാട് പേര് കാണിക്കാനുണ്ട് ഈ നല്ല വേഷം. ഇതാണ് നിനക്ക് വന്ന കത്ത്. എനിക്കൊന്നും അറിയില്ല. എനിക്ക് ഒരു ബന്ധവും ഇല്ല ഒരാളുമായിട്ട്. ഞാൻ ചോദിച്ചില്ലേ എൻ്റെ അടുത്ത്? അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്നോട് ഇനി ഒന്നും ചോദിക്കണ്ട. അത് കണി കണ്ട ആൾക്കാരെ പോലെയുള്ള ഒരു ഇതും എനിക്കില്ല. അല്ല, എന്നാലും ഒന്നും അറിയണ്ടേ? മക്കളെ ഈ ഫോണിൽ പിടിച്ചോ. ഇപ്പൊ 2 കാർഡുകളാണ്. ആദ്യത്തെ ഒരു കാർഡ്, രണ്ടാമത്തെ വേറൊരു കാർഡ്. ആദ്യത്തെ അങ്ങോരുടെ കാർഡ് എന്റെ അല്ല. ഇത് നിന്റെ കാർഡ്. തങ്കത്തിന് കാർഡ് അയക്കാൻ പിറന്നാൾ ദിവസത്തിന്റെ ആവശ്യമില്ല. തങ്കം തനി തങ്കമാണ്. സാരിയിൽ 10 മാറ്റ് തങ്കവും. അജ്ഞാത കാമുകൻ. അജ്ഞാതൻ. കൊള്ളാം. എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. ഞാൻ എങ്ങനെ അറിയും? ക്ലീറ്റോ ചേട്ടൻ ഇങ്ങനെ ഒരു കാർഡ് വന്നപ്പോ ചേച്ചി എന്തൊരു തുള്ളലായിരുന്നു. ഇപ്പൊ ഒന്നും പറയാനില്ലേ? അതാ പറഞ്ഞത്, എനിക്കറിയില്ല. അറിയില്ല. ഞാൻ ഇതുപോലെയാണല്ലോ പറഞ്ഞത്. എന്നെ കരിവാരി തേക്കാൻ വേണ്ടി ആരോ ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞപ്പോ കനക, സത്യമായിട്ടും എനിക്കറിയില്ല. ക്ലീറ്റോ ആണെങ്കിൽ എല്ലാ ദിവസവും ഇവിടുന്ന് പുറത്തു കൊണ്ട് പാർട്ടി എന്ന് പറഞ്ഞ് ഞാൻ എവിടെ പോകാനാ? കൂടി വന്ന ഈ റേഷൻ കട വരെ പോകും. അപ്പൊ എന്നെ സാരിയില് സുന്ദരിയാന്ന് എഴുതിക്കുന്നതോ? അത് പിന്നെ സാരിയില് സുന്ദരിയാണല്ലോ. അത് കണ്ടിട്ട് ആരെങ്കിലും എഴുതിയതായിരിക്കും. നീ ഇനി മുതൽ നൈറ്റിൽ ഇറങ്ങിയാൽ മതി. ഞാൻ വെള്ളയിട്ടാണല്ലോ നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞത് ഇല്ലേ? അത് എഴുതിയിരുന്നത്. ഇനി നൈറ്റിട്ട് പുറത്തു പോയാൽ മതി. മതി മതി. ഇതല്ലല്ലോ ഇവിടെ സംസാരിക്കേണ്ടത്. അല്ലാതെ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് കണ്ടുപിടിക്കണം. എനിക്കറിയാം.
എനിക്കറിയാം. കാരണം ഈ കൈയക്ഷരം ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നതാണ്. ഒരു 10 സെന്റൻസ് എഴുതിയാൽ അതിനകത്തൊരു 10 തെറ്റുണ്ടാവും. പക്ഷെ ഒരു തെറ്റും ഇല്ലാതെ കൃത്യമായിട്ട് വേണമെന്ന് വെച്ച് എഴുതിയിരിക്കുകയാണ് ഈ അജ്ഞാത കാമുകൻ. അവനെ കണ്ടുപിടിക്കുന്നത് അവനല്ല, അവൾ. അവൾ ഇവൾ. ഞാനോ? നീ ഞാനെന്തിനാ എനിക്ക് തന്നെ അടിച്ചു വിട്ടേ. ഞാനല്ല. നീ ഞാനല്ല. നോക്കോക്കള് നീ എഴുതിയതല്ലേ? ഞാനല്ല. അമ്മ എഴുതി ചേച്ചിയുടെ ഹാൻഡ് റൈറ്റിംഗ് കാര്യം പറയണേ. എന്തിനാ എഴുതി? അതെ, എഴുതിയെങ്കിൽ കണക്കായി പോയി. അതെ, എന്റെ വേദന എന്താന്ന് ക്ലീറ്റോ അറിയണം. ഏത് വേദന? ഭാര്യയ്ക്ക് വേറൊരു കാമുകൻ ഉണ്ടെന്ന് പറയുമ്പോ അതത്ര കേൾക്കാൻ സുഖമുള്ള കാര്യമൊന്നുമല്ല. ഈ മനുഷ്യന് കാമുകയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കിടന്ന് വിഷമിച്ചിട്ട് പട്ടിയുടെ പുല്ലോളം എന്നെ വകവെച്ചോ? ഇവിടെ എന്തോരം കിടന്ന് ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചത് ആരാന്ന് പറയാൻ, എന്നിട്ട് പറഞ്ഞില്ലല്ലോ. അപ്പൊ ക്ലീറ്റോയെ അനുഭവിക്കട്ടെ, ക്ലീറ്റോയെ വിഷമിക്കട്ടെ. പക്ഷേ ഉണ്ടല്ലോ, കരിങ്കല്ല 18 കൊല്ലം മുമ്പ് എനിക്ക് നിന്നോട് പ്രണയം തോന്നി. നിന്നോട് ആർക്ക് പ്രണയം തോന്നാനെന്ന് കത്ത് വരാൻ പോണ് ഈ പ്രായത്തിൽ. ഇനി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആരും എഴുതി കാമുകയില്ല, ആരോ എഴുതി എന്നെ തേച്ചതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ല അല്ല അല്ലെങ്കിൽ അങ്ങനെ റെഡി. എന്റെ കാമുകയുണ്ട്. ഈ ലോകം മുഴുവൻ എനിക്ക് കാമുകയാരുണ്ട്. പിന്നല്ലാതെ ലോകം മുഴുവനുള്ള കാമുകല്ല, ഇത് എഴുതിയ കാമുക ആരാണെന്ന് കണ്ടുപിടിക്കുക. എനിക്ക് തങ്കച്ചേട്ടത്തേക്ക് മുമ്പിൽ നിർത്തി കൊടുക്കാൻ ഞാൻ വാക്ക് പറഞ്ഞു. എനിക്ക് ഞാൻ തന്നെ എഴുതിയത്, നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയതല്ലോ. അല്ലല്ലോ, അതും കണ്ടുപിടിച്ചു. അതും കണ്ടുപിടിച്ചു. അജ്ഞാത കാമുകയെ കണ്ടുപിടിച്ചു. ഫോൺ കണ്ടു നോക്കളെ. അതാര്? ഇന്ന് നിങ്ങൾ പൊളിയാൻ പോവാ. ആരത്? പക്ഷെ ആദ്യം മനസ്സിലാക്കേണ്ടത് അജ്ഞാത കാമുകി എന്നും പറഞ്ഞു എഴുതിയത് സ്ത്രീയല്ല, പിന്നെ പുരുഷനാണ്. ഇതെന്താ ഏർപ്പാട്? ഇത് കുടുംബത്തിന്റെ മാനങ്ങളെന്നും പറഞ്ഞ അവിടെ ഒരു സ്ത്രീ എഴുതി, കാമുകി എന്ന് പറഞ്ഞ ഇവിടെ ഒരു പുരുഷൻ എഴുതി. എന്താ സംഭവം? അവനല്ലല്ലോ എഴുതിയത്. അവനിപ്പോ വരും ഇങ്ങോട്ട്. അവനിപ്പോ ഇങ്ങോട്ട് വരും. ഹലോ, എവിടെ എത്തി? എന്താ ക്ലീറ്റോ ഇത്? കുന്തം കട്ടി കട്ടി കട്ടി. ഇവിടെ നടക്കുന്ന കാര്യം അവരറിയണ്ട. ഞങ്ങള് വെറുതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഞാൻ പാർട്ടി ഓഫീസിലോട്ട് വരാൻ നിൽക്കായിരുന്നു. നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നു? സാറേ, ഞാൻ പറഞ്ഞ ആളെ കൊണ്ടുവന്നിട്ടു. ഇതാ നിൽക്കുന്നു. നിനക്ക് കത്തെഴുതിയ അജ്ഞാത കാമുകി അതാണ്. ആകാശത്തൂടെ വെള്ളരിപ്രാവ് ഇങ്ങനെ പറന്നു പോകുമ്പോ നിന്നെ ഓർമ്മ വരുന്ന പറഞ്ഞില്ലേ? അങ്ങനെ എഴുതിയ ആളാണ് നിൽക്കുന്നത്. അവളാണ് ഇവൾ. എന്ത് നീയാണോ എഴുതിയത്? നീയാണ് ആ കത്തോടെ എഴുതി അയച്ചതെന്ന്? എന്തിനാ എഴുതിയത് പറയണ? അല്ലേ, അവൻ പറഞ്ഞോളൂ. എന്തിന്? നേതാവിന് ഈയിടെയായിട്ട് എന്നോട് ഒരു സ്നേഹവുമില്ല. എല്ലാ കാര്യങ്ങളും അനുസാരാണ് ഏൽപ്പിക്കുന്നത്. പുരുഷനെയും ബാബുവിനെയും ഒക്കെ ഏൽപ്പിക്കും. എന്നെ ഒരു കാര്യവും ഏൽപ്പിക്കാല്ല. അപ്പൊ എനിക്ക് പൊസസീവ്നെസ് ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഞാൻ നേതാവിനൊരു പണി കൊടുക്കാമെന്ന് എഴുതിയതാ. എന്റെ കാമുകിയെ കണ്ടില്ല എന്ന് ഇനി പറയരുത്. ഇതാണ് എന്റെ കാമുകി. നടരാജനാണെന്ന് എങ്ങനെ മനസ്സിലായി? പോലീസല്ലേ, കേരള പോലീസ് ചുമ്മാവാ. സംഭവമൊക്കെ ശരി തന്നെ. നാളെ രാവിലെ അങ്ങ് വന്നോളണം. കാമുകി ഇപ്പൊ കരയും, ഇപ്പൊ കരയും. കെട്ടിപ്പിടിച്ചെന്ന് കരഞ്ഞോ? എടാ നടരാജ, നിന്നെ ഞാൻ ഒന്നും ഏൽപ്പിക്കാത്തതെന്ന് അറിയാമോ? നിന്നെ ഞാൻ പ്രധാനമന്ത്രിയാക്കാൻ വെച്ചേക്കാം. അവൻ വീണ്ടും വിശ്വസിക്കൂ. Aliens.